ഹലോ. നമ്മുടെ ഈ സീസണിൽ വിരിയുന്ന പൂക്കൾ കാണാനില്ലേ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും അല്ലേ? ഇപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ സീസണൊന്നും ഇല്ല കേട്ടോ. ഏത് ചെടിയും എപ്പോൾ വേണമെങ്കിൽ പൂക്കാം. നമ്മുടെ വിഷുക്കാലത്ത് മാത്രം കണ്ടുകൊണ്ടിരുന്ന കണിക്കൊന്നയൊക്കെ ഇപ്പോൾ എപ്പോഴും നോക്കിയാലും കാണാൻ പറ്റും. പക്ഷേ ഇപ്പോഴത്തെ താരം ഇവരാണ് കേട്ടോ, ഈ കാണുന്ന ക്യാറ്റ്സ് ക്ലോ. നമ്മളിന്ന് പുറത്തിറങ്ങിയാലും എന്തിന് ഇൻസ്റ്റഗ്രാമും യൂട്യൂബ് എടുത്താലടക്കം ഈ ഒരു ക്യാറ്റ്സ് ക്ലോ ആണ്. ഇതിങ്ങനെ കൊലകളായിട്ട് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ കൊതി വരും കേട്ടോ. പക്ഷേ എൻ്റെ വീട്ടിലെ ക്യാറ്റ്സ് ക്ലോയുടെ അവസ്ഥ എന്താണെന്നറിയോ? പേരിന് പോലും അതിലൊരു പൂവില്ല. അതാണ് സത്യം. പക്ഷെ നമുക്ക് നമ്മുടെ ചെടീനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ചെടിയുടെ സൈസ് ഭയങ്കര ചെറുതാണ്. അതിനുള്ള ആ ഒരു അനുസരിച്ചുള്ള പൂക്കളൊക്കെ അത് ഇടയ്ക്കും തിലക്കായിട്ട് നമുക്ക് തരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചെടിയും വളരും തോറും ഇതുപോലെ ഇങ്ങനെ കൊലകളായിട്ടുള്ള പൂക്കളൊക്കെ നമുക്ക് സമ്മാനിക്കുമായിരിക്കും. ഞാൻ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു വീടുണ്ട് കേട്ടോ. അവിടെ നിന്നാണ് ഈ ചെടി ആദ്യമായിട്ട് കാണുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ ഫുൾ അവരിങ്ങനെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു റിംഗ് ഷേപ്പ് ആക്കിയിട്ട് അതുമ്മയാണ് ഈ ചെടി പടർത്തിയേക്കണത്. അപ്പോൾ അതിൽ പൂക്കളില്ലാത്ത സമയത്തും ഒരു പ്രത്യേക ഭംഗിയാണ്. നല്ലൊരു ഇലച്ചെടിയൊക്കെ പോലെ നല്ല ഭംഗിയുള്ള ഇലകളാണ്. പക്ഷെ അതിൽ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് അതിനേക്കാൾ ഭംഗിയാണ് കേട്ടോ. ഒരു ഇല പോലും കാണാതെ ആയിരിക്കും പൂക്കൾ ഉണ്ടാവുക. അങ്ങനെ അത് കണ്ട് കണ്ട് ഇഷ്ടം തോന്നിയിട്ടാണ് ഞാനും ഒരു ക്യാറ്റ്സ് ക്ലോ വാങ്ങിക്കുന്നത് കേട്ടോ. ഇത് വാങ്ങി വെച്ചതിന് ശേഷം ഇതിലിങ്ങനെ പൂക്കൾ ഉണ്ടാവാൻ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. അതിൽ പൂക്കൾ ഉണ്ടാകുന്നത് കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ക്യാറ്റ്സ് ക്ലോ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ.